ഇച്ചയന്റെ പഴയൊരു ഫ്രണ്ട് ഉണ്ട്, മുരളി എന്ന് പറഞ്ഞിട്ട്. അയാളും ഇച്ചയനും കൂടിയിട്ട് കുറെ പെണ്ണുങ്ങളെ ഈ നേഴ്സ് എന്ന രീതിയിൽ മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ റിക്രൂട്ട് ചെയ്യില്ലേ, ആ പരിപാടിയാണ് ഈ ചെയ്യാൻ പോണേ. അതിനാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. വേണ്ടോ, അത് ഭയങ്കര കുഴപ്പമാണ്. ആ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ സമ്മതിക്കില്ല വാസുവേട്ടാ. ഇതിന്റെ പേരിൽ മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാ. മനുഷ്യക്കെടുത്തുന്ന പേരിലെ പോലീസ് കേസ് വരെ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സമ്മതിക്കണ്ട, സമ്മതിക്കില്ല എന്നെ. അല്ല ജെസ്സിയെ, ഒരു റിസ്ക് എടുക്കാണ്ട് ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റില്ലല്ലോ ജെസ്സി. അതെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ എന്ത് റിസ്ക് എന്നാ പറയണത്? ഓനെ ജയിലാക്കാനുള്ള പരിപാടിയാ? അല്ല, ഇതെന്ത് വർത്താനാ നീ പറയണത്? ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണത്? വീട്ടു ജോലിക്കാരുടെ വിസയിലാണ് ഈ പിള്ളേരെ അങ്ങോട്ട് അയക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പോലീസ് പിടിച്ച ജയിലിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല, അതാവും ഉറപ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെ പരിപാടിയില്ലേ? എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ടല്ലോ. ഇത് ആരോട് പറഞ്ഞു മനസ്സിലാക്കാനാണ്? 2 ദിവസമായിട്ട് വീട്ടിൽ ഇത് തന്നെയാണ് സംസാരം. ഞാൻ പറയുമ്പോ എന്തോ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന് എനിക്ക് കോംപ്ലക്സ് ആണെന്നാ പറയുന്നത്. ഇത് സമ്മതിക്കണ്ട. അല്ല, ഇങ്ങനെ ഒരു സംഗതി ഉള്ള കാര്യം എന്താ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലാന്ന് അറിയാം. അതെ ഇജിപ്പോ ബഹളം ഉണ്ടാക്കണ്ട. ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഞാൻ പറയണ എന്താ വെച്ചോ, ഇജിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഇപ്പൊ അവന്റെ കൂടെ അവൻ പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ട് നിക്ക്. അതെന്ത് വർത്താനാണ്? അല്ല, നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? എടി പറയണത് മനസ്സിലാക്കാതെ ഇജ്ജ് വെറുതെ ചാടി കളിക്കാണ്ട് എന്താ കാര്യം എന്ന് പറയാണ്ട് വെറുതെ ചാടല്ലേ. ഇപ്പൊ തൽക്കാലം ഓൻ പറയണതിനനുസരിച്ച് മൂളിയിട്ട് നിന്നോ, എതിർക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഒരു എതിർപ്പ് ഉണ്ടാക്കണ്ട. എന്നിട്ട് അത് കുറച്ച് കഴിയട്ടെ. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എടാ, എതിർക്കാതെ ഇരുന്ന് കഴിഞ്ഞാ ആ സംഗതിക്ക് അനുകൂലിക്കണ പോലെ ആവില്ലേ? വാസുട്ടി അനുകൂലിക്കാതിരിക്കലല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ ഇത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി കഴിഞ്ഞാല് ഇവര് തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറും. കച്ചവടമൊക്കെ അവിടെ നിൽക്കട്ടെ, കായ് ഉണ്ടാക്കലും കച്ചവടമല്ല, അത് അവിടെ നിൽക്കട്ടെ. ആദ്യം കുടുംബം ഉണ്ടാവണല്ലോ. അപ്പൊ ഈ ഇപ്പൊ തൽക്കാലം അവൻ പറഞ്ഞതിനൊരു ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നേ. നടക്കണ കാര്യമില്ലേ? ഞാനിപ്പോ എതിർക്കാതിരുന്ന ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകൂലേ? അതിനൊരു കാലതാമസമൊക്കെ ലജ്ജ അങ്ങോട്ട് ഇന്നങ്ങോട്ട് പറഞ്ഞിട്ട് നാളെ അങ്ങോട്ട് ബിസിനസ് തുടങ്ങല. അത് ജെസ്സിയെ പരീക്കുട്ടി പറഞ്ഞതിൽ കാര്യമുണ്ട്. അതല്ലേ പറഞ്ഞേ? അതായത് ഇത് 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ ഇപ്പൊ എതിർക്കാൻ നിൽക്കണ്ട, ഇപ്പൊ അനുകൂലിച്ച് നിക്ക്. അപ്പൊ തൽക്കാലത്ത് ഈ വഴക്കുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പാണോ അവൻ കുടുങ്ങൂലെന്ന്? എന്ത് കുടുങ്ങൂലെന്ന്? ഇജിപ്പോ എന്താ ഈ ചാടി പറയണേ? അപ്പൊ ഞാനെന്താ പേരെ കുടുംബം തകർക്കാൻ വേണ്ടിട്ട് നടക്കുന്ന പറയണേ ആണോ? ഒന്നാമത് കാര്യങ്ങളാണ് രണ്ട് വളവളാന്ന് പറയാൻ നിൽക്കല്ലേ. ഒരു കാര്യം സംസാരിക്കണതിന്റെ ഇടയില് വെറുതെ ബഹളം ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കൂട്ടണ്ടേക്കാ. ഇപ്പൊ ഞാൻ സമ്മതിക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നേ? ഞാൻ പറഞ്ഞു ഇജിപ്പോ അതിനനുസരിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മൂളി മുക്കി അവിടെ നിന്നാ മതി. എന്നിട്ട് അതിന്റെ കാര്യ ഗൗരവത്തോടെ എടുക്കുമ്പോ അപ്പൊ ഇതിന് ഇത്ര നേരം അനുകൂലിച്ച ഒരാള് പറയണേലും കാര്യം ഉണ്ടാവില്ല എന്ന് ആലോചിക്കാനുള്ള ഒരു സമയം അവന് കൊടുക്കേ. ഇത് എടുത്തു പിടിച്ചു വെച്ചിട്ട് അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ ഏതാണെങ്കിലും അങ്ങനെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ കേട്ട് മനസ്സിലാക്കി നിൽക്കുക. കാര്യങ്ങളോട് അടുക്കുമ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാന്നേ. സമയമുണ്ടല്ലോ. അങ്ങനെയൊക്കെയല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ തന്നെ നിക്കാം. അതാ നല്ലത്, അതാണ് അതിന്റെ ശരി. ഹലോ. അതെ, നേഴ്സിംഗ് പഠിച്ച പെൺകുട്ടികളുണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കാൻ പറ. കുടുംബം രക്ഷപ്പെട്ടു പോയെങ്കിൽ പോട്ടെ. ഇപ്പൊ ഇവിടെയാണ് ഓഫീസ്. നമ്മള് 1 മാസത്തിനുള്ളിൽ ബാംഗ്ലൂരേക്ക് മാറും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തുടക്കമല്ലേ ഉള്ളൂ. വിളിക്കാൻ പറഞ്ഞു. എത്ര പേരുണ്ടായാലും പറഞ്ഞോ. നമുക്കിപ്പോ ഒരു 10-30 പേരുള്ള ഒരു ഗ്രൂപ്പ് വിസ ഉണ്ട്, കയറ്റി വിടാം നമുക്ക് കേട്ടോ. ശരി എന്നാ, ശരി, ഓക്കെ. ബാംഗ്ലൂരിലെയാ ഓഫീസ് പண்றது? ഇപ്പൊ ഇവിടെയാണ്. 1 മാസം കഴിഞ്ഞ് ബാംഗ്ലൂരേക്ക് മാറും. ശരി. അപ്പൊ നീ இந்த பிசினஸ் விடுறதுக்கு வாய்ப்பில்ல. എന്തിനു വിടണ്? அதே நான் இங்க அனுபவம் வச்சு சொல்றேன். எனக்கு கோயம்புத்தூர்ல இது மாதிரி விச பிசினஸ் இருந்து தெரியுமில்ல. இப்ப கோயம்புத்தூர் போக முடியாம நான் தவிச்சிட்டு இருக்கிறேன். அது ஆம்பளங்களை ஏத்தி விடுறதுக்கு, நீ பெம்பளங்களை ஏத்தி விடுற ரொம்ப ரிஸ்கான வேலை இது. എടാ, ഒരു റിസ്ക് എടുക്കാതെ ആരും രക്ഷപ്പെടൂല. വെറുതെ ആരെങ്കിലും രക്ഷപ്പെടൂ? നിനക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ ഇതിന്റെ പാട് നോക്ക്. இல்ல சரி, நான் அறிவில்லாதவன் முட்டாளம் சரி. ஆனா நீ ஒரு பிசினஸ் செய்யும்போ உன் பொண்டாட்டிக்கு அது பிடிக்கணுமில்ல. அவளு வேணா சொல்லிட்டு நீ இது செய்த உருப்பட மாட்டான்டா. ആര് പറഞ്ഞ അവള് വേണാ ചൊല്ലിന്ന്? അവളൊക്കെ സമ്മതിച്ച് ഞാൻ തുടങ്ങുകയും ചെയ്യും. നീ വെറുതെ ഇതിലിരുന്ന് കച്ചറ വർത്താനം പറഞ്ഞ് നാട്ടിൽ നടക്കണ്ടാട്ടാ. അപ്പൊ നീ വേല ചെയ്യ പോറ ഇത്. പിന്നെ പോറയെന്ന് പറഞ്ഞ ഇപ്പൊ വിളികൾ വന്നു തുടങ്ങി.
அப்படின்னா நானும் சேரட்டா அவங்க கூட എന്ത് സ്റ്റാഫായിട്ടാണോ? ஸ்டாஃப் ஆயிட்டுல ஷேர் பார்ட்னர். இன்னைக்கே பிசினஸ் ஆரம்பிக்கலாம். நம்ம 2 பேரும் தண்ணி போட்டு இந்த பாலத்து மேல இருந்து கீழே விழுந்து தற்கொலை பண்ணிக்கலாம். அது இல்லனா அந்த காய்ச்சமங்கலாவில சிங்கத்திட்ட கூடு இருக்குதுல்ல, அதுக்குள்ள நமக்கு ஏறி நின்னுக்கலாம். அது நம்மள அப்படியே கொன்னுடும். കഞ്ചാവ് വലിച്ചിട്ടുണ്ട കാലത്ത് മുതുഭ്രാന്താണോ പോയെന്ന്? டேய் அதெல்லாம் நீ செய்யற பிசினஸ் எப்படி இருந்தாலும் உனக்கு சாவு தான் வரப்போகுது. ஆனா ஈஸியான சாவலாமல்ல, அதுக்கு நான் ஒரு வழி சொன்னேன். നീയേ നിന്റെ പാട് നോക്കി രക്ഷപ്പെടാൻ സമ്മതിക്കൂലല്ലേ? யாருக்கிட்ட சொல்றது உருப்பட மாட்டேன்னா பின்ன என்ன சொல்றது? ഒന്ന് அதெல்லாம் പോടാന്ന്. ஏய், ஏய்,